കുറേ നാളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസ്ലാം അള്ളിയുടെ ഉണ്ട് ഈ വീഡിയോയ്ക്കിടയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇതേ കണക്ക് ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞു, എന്താണ് സംഭവം, ഭർത്താവിനെ എന്താ കാണാത്തതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഇതേ കണക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലായിരുന്നു ഇന്നുണ്ട് ഈ അസ്ലം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട് ഇതേ കണക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ട്. അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല, താനുണ്ടാക്കി ഇതേ കണക്ക് ഇപ്പോഴാണ് ഒരു പ്രഗ്നൻസി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് വലിയ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും വരാതിരുന്നത്. അതിനുണ്ടെങ്കിൽ ഒരുപാട് പേര് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള ഫാമിലി വ്ളോഗേഴ്സിന് ഏറ്റവും വരുന്ന ഒരു പ്രശ്നമാണ് ഇതേ കണക്കുണ്ട് ഈ ഫാമിലിയിൽ നിന്ന് ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിൽ നിങ്ങൾ വേർപിരിഞ്ഞോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാധാരണയുള്ളതാണ്. അതേ കണക്ക് തന്നെയാണ് ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പോലും. സോ എന്തായിരുന്നാലും ശരി, ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ ഇതേ കണക്ക് അസ്ലം ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരാൾ ഇതേ കണക്ക് പറയുന്നുണ്ടായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ നിങ്ങളൊരു വ്ളോഗ് ഇതേ കണക്ക് ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുകയാണെങ്കിൽ ആൾക്കാരെ ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കണം. അതിന് ഇതേ കണക്ക് വിഷമം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുണ്ടെങ്കിൽ അസ്ലാം വേളി ഉണ്ടെങ്കിൽ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനൊന്നും ഇല്ല, യൂട്യൂബിലുണ്ടെങ്കിൽ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കണമെന്നുള്ള ഒരു കാര്യവും ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയിൽ നിന്ന് മാത്രമാണെന്നുള്ള രീതിയിലായിരുന്നു അസ്ല പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് കണക്ക് ഒരു വട്ടം കാണാതായെന്ന് വെച്ചാൽ അതിനർത്ഥം ഉണ്ടെങ്കിൽ അവർ പിരിഞ്ഞെന്നല്ല. ആദ്യമേ ചോദിക്കുക എങ്ങനെയുണ്ട്, എവിടെയാണ്, എന്തോ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുക. അതല്ലാതെ ഇതേ കണക്കുണ്ടെങ്കിൽ നിങ്ങൾ വേർപിരിഞ്ഞോ എന്ത് പറ്റിയെന്നുള്ള കാര്യമല്ല എടുത്ത് ആദ്യമേ ചോദിക്കേണ്ടത്.